Next is MPR information declaration. Okay. ഇനി ഇതിനകത്ത് നമ്മുടെ നോട്ട്സ് ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസിനെ കൂടി സെൻഡ് ചെയ്യുന്നുണ്ട്. ടോപ്പോളജി കൺട്രോൾ മെസ്സേജസ് അല്ലെങ്കിൽ TC മെസ്സേജസ്. ഓക്കെ, ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോട്ട്സ് സെൻഡ് ചെയ്യുന്ന അനദർ ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് ടോപ്പോളജി കൺട്രോൾ അല്ലെങ്കിൽ TC മെസ്സേജസ്. ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇൻട്രാ ഫോർവേഡിംഗ് ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. സോ ഈ ഇൻട്രാ ഫോർവേഡിംഗ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MPR ഇൻഫർമേഷനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ നോട്ട്സിനും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ടോപ്പോളജി കൺട്രോൾ മെസ്സേജസ് ഓരോ നോട്ട്സും ബ്രോഡ്കാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. So TC messages are forwarded like usual broadcast messages in the entire network. To the entire network ഇത് broadcast ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ഫോർവേഡിംഗ് ഡാറ്റാബേസ്, റൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് റൂട്ടിംഗ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. A TC message is sent periodically by each node in the network to declare its MPR selector set. അതായത് ഓരോ നോഡും എന്തിനാണ് ഈ TC മെസ്സേജ് അയക്കുന്നത്? അതിൻ്റെ MPR സെലക്ടർ സെറ്റിനെ അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. MPR സെലക്ടർ സെറ്റിൽ എന്താ ഉണ്ടാവുക? ആരൊക്കെയാണ് ഇതിനെ MPR ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് MPR സെലക്ടർ സെറ്റിനകത്ത് ഉണ്ടാകുന്നത്. ആ ഇൻഫർമേഷനാണിത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരും MPR ആയിട്ട് ചൂസ് ചെയ്യാത്ത ഒരു നോഡ്, അതിന് MPR സെലക്ടർ സെറ്റ് എന്ന് പറയുന്നത് empty ആയിരിക്കും അല്ലേ? ആരും അതിനെ MPR ആയിട്ട് ചൂസ് ചെയ്തിട്ടില്ല, മൾട്ടി പോയിന്റ് റിലേ ആയിട്ട് ചൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ നോഡിന് MPR സെറ്റ് എന്ന് പറയുന്നത് empty ആയിരിക്കും, MPR സെറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള നോഡ്സ് ഒന്നും ഈ TC മെസ്സേജ് സെൻഡ് ചെയ്യില്ല. അപ്പോൾ TC മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആരാണ്? ആരെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും മൾട്ടി പോയിന്റ് റിലേ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു നോഡാണെങ്കിൽ ആ നോഡ് മാത്രമേ ഈ TC മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതവിടെ പറഞ്ഞിരിക്കുന്നത് TC മെസ്സേജ് ഈസ് സെൻഡ് പീരിയോഡിക്കലി ബൈ ഈച്ച് നോഡ് ഇൻ ദ നെറ്റ്വർക്ക് ടു ഡിക്ലെയർ ഇറ്റ്സ് MPR സെലക്ടർ സെറ്റ്. ദാറ്റ് ഈസ് ദ മെസ്സേജ് contains a list of neighbors who have selected the sender node as a multi-point relay. ഇതിൻ്റെ കൂടെ ഒരു നമ്പറും കൂടി ഉണ്ടായിരിക്കും. ഈ TC മെസ്സേജിൻ്റെ കൂടെ ഒരു സീക്വൻസ് നമ്പറും കൂടെ ഉണ്ടായിരിക്കും. The information diffused in the network by these TC messages will help each node to build its topology table. അപ്പോൾ ഈ TC മെസ്സേജസ് ഓരോ നോട്ട്സ് ഇങ്ങനെ എൻ്റെ നെറ്റ്വർക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതൊക്കെ മറ്റ് നോട്ട്സിന് കിട്ടും. അപ്പോൾ ആ നോട്ട്സിന് അതിൻ്റെ ടോപ്പോളജി ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഈ മെസ്സേജസ് സഹായിക്കും. അതായത് ആ ടോപ്പോളജിയെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ, റൂട്ടിംഗ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന TC മെസ്സേജസിനകത്തുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് പറ്റും. Then a node which has an empty MPR selector set, that is nobody has selected it as a multi-point relay, may not generate any TC message. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തിനാണ് TC മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്? സെലക്ടർ സെറ്റിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെ സെലക്ടർ സെറ്റിനെ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ട്, പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സെലക്ടർ സെറ്റ് ഇല്ലാത്ത നോഡ്സ്, ദാറ്റ് മീൻസ് ആരും MPR ആയിട്ട് ചൂസ് ചെയ്യാത്ത ഒരു നോഡ്, അതിന് സെലക്ടർ സെറ്റ് empty ആയിരിക്കും. അങ്ങനെയുള്ളൊരു നോഡ് TC മെസ്സേജ് സെൻഡ് ചെയ്യില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. The interval between the transmission of two TC messages depends upon whether the MPR selector set is changed or not since the last TC message transmitted. എന്താ പറഞ്ഞിരിക്കുന്നത്? In between two TC message transmissionൻ്റെ ഇടയ്ക്കുള്ള interval. അപ്പോൾ ഒരു TC മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം എപ്പോഴാണ് അടുത്തത് സെൻഡ് ചെയ്യുന്നത്? അത് MPR സെലക്ടർ സെറ്റിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ചേഞ്ചിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, ലാസ്റ്റ് TC മെസ്സേജ് അയച്ചു കഴിഞ്ഞ് ഈ സെലക്ടർ സെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ അനുസരിച്ചിരിക്കും അടുത്ത TC മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു, TC മെസ്സേജ് ഒരു നോഡ് സെൻഡ് ചെയ്തു, ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം
അതിൻ്റെ സെലക്ടർ സെറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കും. When a change occurs in the MPR selector set, the next TC message may be sent earlier than the scheduled time. സെലക്ടർ സെറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ടൈമിനേക്കാളും മുമ്പേ ഒരു TC മെസ്സേജ് സെൻഡ് ചെയ്തേക്കാം. ബട്ട് ആഫ്റ്റർ സം പ്രീ സ്പെസിഫൈഡ് മിനിമം ഇൻ്റർവൽ, അവിടെ ഒരു മിനിമം ഇൻ്റർവൽ ഉണ്ട്. ആ ഇൻ്റർവെലിന് ശേഷമേ TC മെസ്സേജ് അയക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ആ മിനിമം ഇൻ്റർവൽ എവിടെ തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്? ലാസ്റ്റ് TC മെസ്സേജ് അയച്ചപ്പോൾ തൊട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ടൈം ഒരു മിനിമം ഇൻ്റർവൽ ഉണ്ടാവും. അവിടെ തൊട്ടാണ് അത് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ആ മിനിമം ഇൻ്റർവൽ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത TC മെസ്സേജ് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരു TC മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു ഒരു നോഡ്, അതിനുശേഷം അടുത്ത TC മെസ്സേജ് എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സെലക്ടർ സെറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ചിരിക്കും. ഇനി സെലക്ടർ സെറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായാൽ ഷെഡ്യൂൾഡ് ടൈമിനേക്കാളും ഉദ്ദേശിച്ച ടൈമിനേക്കാളും മുമ്പേ ഒരു TC മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ TC മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും, അടുത്ത TC മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. തൊട്ട് മുമ്പത്തെ TC മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കൗണ്ടിങ് തുടങ്ങും. ഒരു മിനിമം പ്രീ ഡിഫൈൻഡ് ടൈം ഉണ്ടാവും. ആ ടൈമിന് ശേഷം മാത്രമേ അടുത്ത TC മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ the next TC message may be transmitted immediately. ആ ഒരു ടൈം ഓൾറെഡി കഴിഞ്ഞുവെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ TC മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പം സെലക്ടർ സെറ്റിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നോക്കും ഈ പ്രീ സ്പെസിഫൈഡ് മിനിമം ടൈം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ TC മെസ്സേജ് അടുത്തത് സെൻഡ് ചെയ്യും. ഓക്കെ, ഇനി all subsequent TC messages are sent with the normal default interval for sending TC messages until the MPR selector set is changed again. So all subsequent TC messages are sent with the normal default time interval ആയിരിക്കും for sending TC messages until the MPR selector set is changed again. അടുത്ത ചേഞ്ച് ചെയ്യുന്നത് വരെ. Okay.